എം വി ഗോവിന്ദൻ മാഷ് നമുക്കിപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ എം വി ഗോവിന്ദൻ മാഷ്, ഈ എം ടി തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നമ്മളെല്ലാവരും. കഴിഞ്ഞ 11 ദിവസമായി ആ പ്രാർത്ഥനകളിൽ തന്നെയായിരുന്നു, ആ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. ഒടുവിൽ ആ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു, വിട വാങ്ങിയിരിക്കുന്നു. ഈ സമയം അങ്ങ് എങ്ങനെ അനുസ്മരിക്കുന്നു? ഞാൻ ഇന്നലെ എം ഡിയെ കാണുന്നതിന് വേണ്ടി ബേബി ഹോസ്പിറ്റലിൽ പോവുകയും കുടുംബാംഗങ്ങളുമായിട്ട് മകളുമൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇന്നലെ രാത്രി ഞാൻ കണ്ണൂരേക്ക് എത്തിയത്. ഇനിയിപ്പോൾ നമ്മളാരും ഇഷ്ടപ്പെടാത്ത ഒരു വാർത്ത വന്നു കഴിഞ്ഞിരിക്കുകയാണ്. എം ഡി നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. എം ഡി ഒരു യുഗമാണ് യഥാർത്ഥത്തിൽ പഠിച്ചു കിടത്തിയത്. മലയാള ഭാഷ, സാഹിത്യം, സിനിമ, സംവിധാനം തുടങ്ങി എല്ലാ തലങ്ങളിലും ഇതുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച മറ്റൊരു സാഹിത്യകാരൻ, മറ്റൊരു എഴുത്തുകാരൻ, മറ്റൊരു സിനിമ സംവിധായകൻ, നിർമ്മാതാവ്, രചയിതാവ്, ഇങ്ങനെയെല്ലാം ചേർത്ത് പറയാൻ സാധിക്കുന്ന ഒരാൾ എം ഡിക്ക് പകരം ഇല്ല എന്നുള്ളത് സത്യമാണ്. മാധവിയുടെ ഭാവമായിട്ട് നിൽക്കുമ്പോഴും സർഗാത്മകമായ ശേഷിയോടുകൂടി അദ്ദേഹം കേരളീയ സമൂഹത്തെ പരിഷ്കരിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ രചനകളിലൂടെ മലയാളത്തെ ലോകോത്തരമായ രീതിയിൽ ഉയർത്തുകയായിരുന്നു എം ഡി ചെയ്തത്. അദ്ദേഹത്തിന്റെ ഓരോ രചനയും 24-ാമത്തെ വയസ്സിൽ പുരസ്കാരം നേടാൻ സാധിക്കുന്ന രീതിയിൽ നാലുകെട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിനല്ലാതെ ആ വൈഭവം വേറൊരാൾക്കും ലഭിക്കുന്ന ഒന്നായിരുന്നില്ല. വളരെ ചെറുപ്പം മുതൽ, കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടം മുതൽ രചന ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം വലിയ രീതിയിലുള്ള സംഭാവനയാണ് മലയാളത്തിൽ അദ്ദേഹം നൽകിയത്. ഒരു ചെറിയ ജനവിഭാഗം മാത്രം സംസാരിക്കുന്ന മലയാള ഭാഷയായതുകൊണ്ടാണ് ലോകോത്തരമായ ആ കഴിവും പ്രാപ്തിയും ശേഷിയും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉന്നതിയിലേക്ക്, ലോകോത്തരമായ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാതിരുന്നതിന്റെ പരിമിതി അതാണ്. ലോകോത്തരമായ രചനകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. നിർമ്മാല്യം പോലുള്ളൊരു സിനിമ മലയാളത്തിൽ ഇനി എത്ര കാലം കഴിയും അങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ എന്ന് നമ്മളിപ്പോഴും വിസ്മയിച്ചു. രണ്ടാമൂഴ ഉൾപ്പെടെയുള്ള നിരവധി രചനകളെ സൂക്ഷ്മാംശത്തിൽ പരിശോധിക്കുമ്പോഴും മലയാള സാഹിത്യത്തിലും കലക്കും സിനിമക്കും സർവതല സ്പർശിയായ മേഖലയിലാകെ ഒരു പുതിയ സമൂഹത്തിന്റെ പിറവിക്ക് വേണ്ടിയുള്ള അതിശക്തിയായ ഇടപെടൽ അദ്ദേഹം നടത്തുകയുണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ഒപ്പം എല്ലാ കാലത്തും സത്യം പറഞ്ഞാൽ സഹയാത്രികനെ പോലെ സഞ്ചരിക്കുകയായിരുന്നു എം ടി. CPM-നെതിരായി ഉയർന്നു വന്ന നിരവധിയായ വിമർശനങ്ങളുടെ ഘട്ടത്തിൽ വിമർശനങ്ങളാവാം, അതിനപ്പുറം CPM ഇല്ലാത്ത ഒരു കേരളത്തെ പറ്റി ആലോചിക്കാനാവില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഏറ്റവും പ്രമുഖനായ ഒരു സാഹിത്യ കലാ സാംസ്കാരിക നായകനാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ പ്രയാസപ്പെടുന്ന എല്ലാവരും, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ, അവരോടെല്ലാം
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഇന്ത്യ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അവരുടെ എല്ലാം ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണെന്ന് അനുശോചനം അറിയിക്കുക. എം വി ഗോവിന്ദൻ മാഷി ഘട്ടത്തിൽ പ്രതികരിച്ചതിന്